ഇന്ന് നമ്മൾ ഷോപ്പ് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഡിവൈസ് കിട്ടി. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ 20 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഈ ഷോപ്പിൽ ഇരിക്കുന്നുണ്ട് ഈ സാധനം. സെയിൽസ് ഇല്ലാത്ത കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ മാറ്റി വെച്ചതാണ്. എന്താണെന്നല്ലേ, ഫ്ലോപ്പി ഡിസ്ക്. 1970 IBM ആണ് ഫ്ലോപ്പി പുറത്തിറക്കുന്നത്. മെയ്ഡ് ഇൻ USA. അന്ന് 8 ഇഞ്ച്, 3.5 ഇഞ്ച്, 5 ഇഞ്ച് എന്നൊക്കെ സൈസിൽ ഉണ്ടായിരുന്നു. പക്ഷെ കോമൺ ആയിട്ട് വന്നത് 3.5 ഇഞ്ചാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഒരു മാഗ്നറ്റ് ഡിസ്ക്കാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ഒരു എക്സ്റേ ഷീറ്റ് പോലെ ഫ്ലെക്സിബിളാണത്. ഫ്ലോപ്പി ഡ്രൈവിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ നീങ്ങി നിൽക്കും. അങ്ങനെയാണ് ഇത് റീഡ് ആവുന്നതും റെക്കോർഡ് ആവുന്നതൊക്കെ. അത്ര വലിയ സൈസാണെങ്കിലും ഇതിൽ MB നോക്കി നോക്കൂ, 1.44 MB ഉള്ളൂ. 55 വർഷം മുൻപ് 1.44 MB എന്ന് പറഞ്ഞാൽ വലിയൊരളവായിരുന്നു. ലെറ്ററുകളും പാസ്വേഡും ചെറിയ പിക്ചറുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും കൈമാറ്റം ചെയ്യാനും അന്ന് ഉപയോഗിച്ചിരുന്ന ഏക മാർഗ്ഗമാണ് ഫ്ലോപ്പി ഡിസ്ക്. ഇതിലൊരു മൂവിങ് സ്ലോട്ട് കണ്ടില്ലേ, ഇതെന്താണെന്ന് മനസ്സിലായോ? അറിയാതെ എങ്ങനെയെങ്കിലും ഡാറ്റ ഇറേസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്കാക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഒരു മെക്കാനിക്കൽ സ്വിച്ച്. ഇത് ഈ ഭാഗത്തേക്ക് ആക്കുമ്പോൾ ലോക്കാവും, ഓപ്പോസിറ്റ് ആകുമ്പോൾ അൺലോക്ക് ആവും. ഈ അൺലോക്ക് പൊസിഷനിലേക്ക് ഇട്ടാൽ മാത്രമാണ് പിന്നീട് ഡാറ്റ റെക്കോർഡ് ആവുള്ളൂ. പഴയ ഡാറ്റ ഇറേസ് ആയതിനു ശേഷമാണ് പുതിയത് റെക്കോർഡ് ആവുള്ളൂ. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ സ്വിച്ചിലൊരു ബ്ലാക്ക് ടാപ്പ് ഒട്ടിക്കും, നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. 1982 CD അഥവാ കോമ്പാക്റ്റ് ഡിസ്ക് 650 MB സ്റ്റോറേജിൽ വന്നു. അധികം താമസിയാതെ അത് 700 MBയിലേക്ക് മാറുകയും ചെയ്തു. അതോടുകൂടി 1990 ഫ്ലോപ്പി പൂർണ്ണമായും ഉപയോഗം നിലയ്ക്കുകയായിരുന്നു. അന്ന് റാക്കിൽ കയറിയിരുന്നതായിരിക്കാനാണ് സാധ്യത.